കർത്താവിനറിയാം കേട്ടോ. മനസ്സൊന്ന് വിട്ടുകൊടുത്തേ, മനസ്സൊന്ന് വിട്ടുകൊടുത്തേ. ഞാൻ കാണുന്നതിന് ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിരിക്കുകയാണ്. ഓ, ആ ബന്ധനങ്ങളിൽ നിന്ന് മകൻ അഴിയട്ടെ, അഴിയട്ടത്, അഴിയത്, അഴിയത്. ഉദരത്തിന്റെ കെട്ടുകൾ അഴിച്ചുവിടത്, അഴിച്ചുവിടത്. ഒരു മനുഷ്യന്റെ കരകപ്പിനാലല്ല കർത്താവേ, സ്വർഗത്തിന്റെ തീ ഇവിടെ മേലിറങ്ങട്ടെ. അവൻ കരുതുന്ന ദൈവമാണ് കേട്ടോ. നിനക്ക് വേണ്ടി ഉദരത്തിലേക്ക് ഒരു തീ ഇറങ്ങുകയാ. തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. അന്യായ ബന്ധന ഇന്ന് പകൽ പൊട്ടണം, പൊട്ടണമെന്ന് പൊട്ടണത്, പൊട്ടട്ടേത്. അടിച്ചുവിട്. ഉദരത്തിൽ എങ്ങനെ കെട്ടിയോ തലമുറയെ കൊടുക്കത്തില്ലെന്ന് വാദിച്ച് കെട്ടിക്കട്ടെ. അഴിയത്, അഴിയത്, അഴിയത്. യേശുവിന്റെ നാമത്തിൽ അഴിയത്, അടിച്ചുവിട്. 18 വർഷം മുമ്പ് കെട്ടിവെച്ചതിനെ നീ ഉയരത്തിരുന്ന് ശത്രു ബന്ധുമിത്രാദികളും ചാറ്റക്കാരും പറഞ്ഞതാ നീ തീർന്നുപോയി എന്ന്. പക്ഷെ കർത്താവ് നിന്നെ കണ്ടതുകൊണ്ടാ. ഹല്ലേലൂയ. കർത്താവിനെ മുന്നിൽ പിടിച്ച് നീ ഓടിക്കോണം കേട്ടോ. നിന്നാ ഞാൻ പടക്കൂട്ടുന്നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഈ മകൻ ചാടി കിടക്കുമല്ല. ദൈവിക വചനമിട്ട് ഈ മകനെ അഭിഷേകം നിറയ്ക്കുന്നു കർത്താവേ. ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. അഭിഷേകം പ്രാപിച്ചു വേണം. അന്യഭാഷയുടെ കൃപ ചോദിക്കും കേട്ടോ. അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ നിനക്ക് തരും. ഇന്ന് 7 മണി കഴിയുമ്പോൾ മുതൽ നിന്റെ ലൈഫിനകത്ത് ഒരു വെളിച്ചം വീഴ്ച, ഒരു കൊടിയ കാറ്റടിക്കും പോലെ നിന്റെ ഭവനത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ തട്ടി ആഞ്ഞടിച്ച് കയറുകയാ. അതിനപ്പെട്ടതിനൊക്കെ അഭിഷേകത്തിന്റെ അഭിഷേകം വരുമ്പോൾ ഇരുളിലെ മുഖം തഴിയുക. ഞാൻ കാണുന്നു ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും. വചനം പിടിച്ച് നിന്റെ കൈകളിൽ താഴെ വീഴുവാൻ സമയമായി. നീ പ്രാർത്ഥിച്ചോണം കേട്ടോ. അത് എവിടെ നിന്ന് ഏതിന്റെ കീഴിലാണെന്ന് അത് നീ പ്രാർത്ഥിച്ചോണം കേട്ടോ. ഒരു കാലിക ഒരു മിനിസ്റ്ററുടെ പേരിൽ അറിയപ്പെട്ട് നീ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് തൂത് പറയുന്നു. പല ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ഇറങ്ങും. പല കുടുംബത്തിന്റെ നീ സുവിശേഷം പറയും. നിന്റെ സാക്ഷ്യം പറയുമ്പോൾ തന്റെ ഭവനത്തിലിരിക്കുന്ന രോഗികൾ സൗഖ്യമാക്കും. അങ്ങനെ കൃപയിന് മകളെ മറച്ചു പ്രാർത്ഥിക്കുന്നു. കയ്യിൽ ഒരു ആയുധം തന്നാൽ നീ പറക്കുമോ എന്ന് പരിശുദ്ധമാവ് ചോദിക്കുന്നു. ഒരു തീപ്പന്തം നിന്റെ കയ്യിൽ തന്നാൽ നീ ഓടുവാൻ തയ്യാറാണോ എന്ന് പരിശുദ്ധമ്മ ചോദിക്കുന്നു. തയ്യാറാണെങ്കിൽ പരിശുദ്ധമ പകർച്ച പകരും. ഒരു കയറ് കെട്ടിയിട്ട് അതിന്റെ അപ്പുറത്തേക്ക് പോകരുന്ന പിശാച് വെല്ലുവിളിക്കുന്നതിനൊക്കെ ഇന്ന് പകൽ സ്വർഗം ഉടയ്ക്കും. അതിനൊക്കെ ഉടച്ച് നീ മറികടന്നു കേട്ടോ. ശമനാരവന്താരം ഉടഭാഷം തിരുകാലുകൾ വൈഡപ്രവത പരംചരാതര അറകാനകസ്തൂരം. നവംബർ മാസം നീ ഡേറ്റിട്ട് കുറിച്ചു വെച്ചോ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ സ്വസ്ഥതയോടെ നിന്നെ ഇറക്കുകയുടെ കർത്താവ് അനേകരോട് കർത്താവിനെ കുറിച്ച് പറയും. നിന്റെ ആദരത്തിൽ ഒരു തീപ്പന്തമാക്കി ദൈവം മാറ്റും കേട്ടോ. ശമനാരകനമ ശബ്ദരാരകതം വൈഡപ്രവത പരംചരാതരാതര അറൗഗോസ്തീരാചരം വൈഡപ്രവതപരം ചരം. ഞാൻ കാണും നിന്റെ കഴുത്തിൽ ഈ ബൈബിൾ ഇരിക്കുമ്പോൾ തീ കത്തുന്ന ഒരു അഭിഷേകം ഈ മകനെ മേൽ ഇപ്പോൾ ഇറങ്ങട്ടെ. അഭിഷേകം, ആ അഭിഷേകം ഇറങ്ങട്ടെ, ആ അഭിഷേകം ഇറങ്ങട്ടെ. ബൈബിൾ ഇരിക്കുമ്പോൾ തീ കത്തുന്നത് ആത്മാവിനെ കാണുകയാണ്. ഞാൻ കാണുന്നു നിന്റെ ആദരത്തിലും കയ്യിൽ ഒരു തീപ്പന്തമാക്കി നീ പൂർണ്ണമായും ഈ 2026 നവംബർ മാസം പൂർണ്ണമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും കേട്ടോ. പരിശുദ്ധമ്മയോട് പറയുന്നു, ഇവിടെ ഒന്ന് വന്ന് നോക്കാം ഇവിടെ എന്താണ് എന്ന്. ഇവിടെ പകരുന്ന പരിശുദ്ധാത്മാവിന്റെ പകർച്ച നിന്റെ മേൽ ഇപ്പോൾ ഇറങ്ങട്ടെ. എവിടെയും ഒന്നും തൊടാൻ പറ്റാത്ത വണ്ണം അവിടെ ഇവിടെയൊക്കെ ചെതറിക്കിടക്കുന്നതിനൊക്കെയും കർത്താവ് കൂട്ടി യോജിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് കർത്താവേ. എല്ലാം ചുറ്റിനും നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, പക്ഷെ എല്ലാം പല പല ഇടങ്ങളിലാണ്. പക്ഷെ എല്ലാത്തിനെയും കൂട്ടി യോജിപ്പിക്കുവാൻ സമയമായി എന്ന് ദൈവത്തിന്റെ ആത്മാവ് തൂതു പറയുന്നു. അങ്ങയുടെ കരത്തിന്റെ ശക്തി ആ കുഞ്ഞിനെ തലോടുന്നതിനായി സ്തോത്രം. എല്ലാവരും മാറി നിൽക്കുന്ന സാഹചര്യമാണ് കർത്താവേ. അകന്നതിനെ കർത്താവേ കൂട്ടി യോജിപ്പിക്കാൻ യോഗ്യനായ ദൈവമേ കർത്താവേ, നിന്റെ കരം ഒന്ന് പകലും മകളോടുകൂടെ
ഇപ്പൊ കരച്ചിൽ വരികയാ. പക്ഷെ കരയണ്ട, പരിശുദ്ധമ പറയുന്നു ഞാൻ നിന്നോട് കൂടെ കാണപ്പെടണ്ട. നിന്റെ വിദ്യാഭ്യാസത്തിന്റെ വിഷയം കർത്താവിന്റെ കരത്തിൽ കൊടുത്തേക്കാൻ. നിനക്ക് ഭാരമുള്ളത് എന്റെ അടുക്കൽ കൊണ്ടുവരുവാനാ പറഞ്ഞത്. നിന്റെ വിദ്യാഭ്യാസം ഇന്നു മുതൽ കർത്താവിനോട് പറയണം. അതിന് പൈസ അടയ്ക്കുവാൻ എനിക്കറിയത്തില്ല. എന്റെ പേരൻസിന് അത് ഇല്ല എങ്കിൽ എന്റെ സ്വർഗത്തിന്റെ അപ്പന്റെ കരം പറ്റിപ്പോയിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ കർത്താവിനോട് പറഞ്ഞോണം, എന്റെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളും അപ്പന്റെ കരത്തിൽ തന്ന് ഞാൻ ഫ്രീ ആവാൻ പോവുക. അപ്പൻ എന്നെ നയിച്ചാൽ മതി എന്ന് പറയണം. ജന്മം തന്ന അപ്പനല്ല കേട്ടോ, സ്വർഗത്തിൽ അപ്പൻ നിനക്ക് വേണ്ടി പുതുവഴികൾ തുറക്കും. അതോടൊപ്പം ഹല്ലേലൂയ, നിന്റെ പിതാവിന്റെ കരം പിടിച്ച് നടക്കുന്ന നിലവാരത്തിൽ കർത്താവ് നിന്നെ നിന്റെ കുടുംബത്തെ ഉയർത്തും കേട്ടോ. ഹല്ലേലൂയ. ശബര രഗതമന ചിതര രഗതമന ചിതര ഗദര പ്രവർത്തികൾ വെളിപ്പെടുത്തും. അങ്ങനെ തന്നെ പരിശുദ്ധ പറയാൻ പറയുന്നു, ഈ മണ്ണ് അവിടെ എത്തുമ്പോൾ ഇരുളിന്റെ മണ്ഡലങ്ങൾ ഉടയും. അവയെ സമ്പത്തിൽ കെട്ടിത് കഴിയും. നിന്നെ നിർത്തുന്നില്ലെന്ന് വാദിക്കുന്ന, രോഗങ്ങളെ കൊണ്ടിടുന്ന, സമാധാനത്തെ കിടത്തുന്ന, ദുഷ്ടനിട്ട സകല പദ്ധതികളും ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ അധികാര പ്രഭാവത്തിൽ എന്നേക്കുമായി മാറിപ്പോകട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ദൈവിക സമാധാനത്തെ മകനെ നിറയ്ക്കണം. ഇതുവരെ പോയതുപോലെയല്ല, ഇതുവരെ ഞാൻ പ്രാപിച്ചതുപോലെയല്ല എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവ് ഇതിനെ ഒരുക്കും കേട്ടോ. ഞാൻ കാണുന്നു ശരീരത്തിന്റെ മേലെ ശരീരത്തിന് മേലെ തീരി കർത്താവോ ഒരു തടം നടന്നത് പോലെ ഉച്ച മുതൽ ഉള്ളകാൽ വരെ ദൈവ സാന്നിധ്യം കൊണ്ട് കർത്താവ് ഇതിനെ നിറയ്ക്കും. ആത്മീയത്തിലും ഭൗതികത്തിലും സമ്പത്തിന്റെ പേരിൽ കർത്താവിന് വിടുതലായേക്കും. ഇതിന്റെ അകത്ത് വന്നത് വെറുതെ ആവത്തില്ലെന്ന് പരിശുദ്ധമാവ് തോന്നു പറയുന്നു. എന്നോട് പരിശോധന പറയുന്നു, കിട്ടാത്തതൊക്കെ കിട്ടുവാൻ പുതിയതായി ചിലതൊന്ന് കർത്താവ് ചെയ്യും. വിശ്വാസത്താൽ ഏറ്റെടുത്തു 3 ആഴ്ചയെന്ന് പരിശുദ്ധമ പറയുന്നു. ശമനറക്കത്തമന 3 എന്നൊരു സംഖ്യ പരിശുദ്ധമ പറയുന്നു. കർത്താവിനെ അത്ഭുതം നീ കാണും. ഇതുവരെ നീ ഓടിയതുപോലെ എല്ലാം കിട്ടും. ഓടി നീ തളർന്നുവെങ്കിൽ കർത്താവ് പറയുന്നു, അവനെ ഞാൻ പ്രതികൂല സാഹചര്യങ്ങൾ മാറിപ്പോകും കേട്ടോ. എന്ത് ആലോചിച്ചാലും ടെൻഷനും പ്രയാസവും ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റാതെ, ഒരു ഉറച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയി. കർത്താവ് ചിലതൊക്കെ ഉറപ്പിക്കാൻ പോവുകയാട്ടോ. ചില തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പോകുക. ശരീരത്തിൽ മേലെ അസാധാരണ ദൈവശക്തി ഇറങ്ങുന്ന പരിശോധന കാണിക്കുന്നു. ഒരു മീഡിയയില് നീ ഫോട്ടോഗ്രാഫറായി അല്ലെങ്കിൽ കർത്താവ് നിന്നെ മുൻനിരയിൽ നിർത്തത്തക്ക നിലവാരത്തിൽ നിന്റെ ലൈഫിലെ കർത്താവ് തിരിക്കും കേട്ടോ. ഈ സമയം വീഴ്ചയുടെ പേരിൽ ഒരു മീഡിയ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് നിന്നെ ഒരുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഊതു പറയുന്നു. കർത്താവേ, മകൻ നമ്മളോട് കൂടെ ആയിരിക്കുന്നതിനായി സ്തോത്രം. ഇറങ്ങിയ ദൈവ സാന്നിധ്യം കൊടുത്ത വിടുതലായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേട്ട വചനം കർത്താവേ മക്കളുടെ ജീവിതത്തിനകത്ത് ക്രിയ ചെയ്യട്ടെ കർത്താവേ. അത് അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. ദൈവിക സമാധാനത്തിനകത്ത് വ്യാപരിക്കട്ടെ. ഇതിനകത്ത് കയറി വരുന്നവർ ഒന്നും ലജ്ജിച്ചു പോകുവാൻ ഇടയാകാത്ത വണ്ണം എല്ലാവരും ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുമ്പോൾ അഭിഷേകത്തിൽ നിറയുവാൻ തക്കവണ്ണം സ്വർഗ കരങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. അത് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. മറുപടി തരുവാൻ ഒരു നിങ്ങളുടെ വന്നിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ശരമരഗസ്തുര ഹൃദയങ്ങളെ കാണുന്ന ഒരുവൻ ശരമനം നഗരഗത വൈഡം പ്രവതപരം ചരാതര. യേശുവേ, ഈ മകൾക്ക് വേണ്ടി കൂട്ടാൻ കെട്ടിയ സകല കെട്ടുകളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കുടുംബത്തെ കർത്താവേ കെട്ടി കൂട്ടിയതിനെ നിന്റെ സമയം കണ്ടത് ചെയ്താക്കുന്നു. വരത്തില്ല. ഇതിന്റെ അകത്ത് കർത്താവ് എന്തിനു കൊണ്ടുവന്നു എന്നറിയോ? നിന്റെ സമയത്തെ കർത്താവ് ക്ഷണിച്ചാൽ ഒരു 6 മാസത്തിനുള്ളിൽ ലൈഫിനെ കർത്താവ് പിരിക്കും കേട്ടോ. ശമന രഗതമന ചിതരമന ചരതര 27 വയസ്സായോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നൊരു വയസ്സെന്ന് പരിശുദ്ധമായി കാണിക്കുന്നു.
ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി അമ്മയെ കൊണ്ട് സ്വീകരിച്ചാണ് കർത്താവ് ഇന്ന് പോയി നിന്റെ ലൈഫിനകത്ത് ഇതുവരെ കാണാത്ത തരത്തിൽ അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് സ്വർഗ്ഗമൊരുക്കും. ഒരു മനുഷ്യന് കഴിയത്തില്ല. യോഗ്യതയില്ലാത്തോണ്ട് യോഗ്യതയോടെ നിൽക്കാൻ കർത്താവ് നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കും. പ്രാർത്ഥിച്ചോണെ. ഈ ദൂത് കേട്ടിട്ട് മടങ്ങിപ്പോയത് കൊണ്ട് പ്രാപിക്കണമെന്നില്ല. ഈ വരും ദിവസങ്ങളിൽ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. വാക്ക് പറയുന്ന ദൈവം വാക്ക് മാറത്തില്ല കേട്ടോ. പിടിച്ച ദൈവം വിശ്വസ്തനാ. ഇത് പറഞ്ഞുകൊണ്ട് ഈ വഴി ഇറങ്ങുമ്പോൾ മറന്നുപോയി എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ദൂതിനെ പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. കർത്താവിനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടുന്ന് കേൾക്കുന്ന വാർത്തകളെ ആ ദൂതുകളെ മുറുകെ പിടിച്ച് പ്രാപിച്ചെടുത്തോണം. ഹല്ലേലൂയ. ശമന റഗതമന ചുനരഗത എന്ന പരിശുദ്ധമായ ദുബായ്, ഖത്തർ, ഷാർജ ഈ ഇടങ്ങൾ കർത്താവ് എന്തോ അവിടെ അവരുടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ശമന റഗതമന ചുനര ദേശത്ത് പോകുവാൻ ആഗ്രഹമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ സ്ഥലങ്ങളിലേക്ക് കർത്താവിനെ അയക്കും. അവിടെ സെറ്റിലാവുന്നത് പോലെയൊക്കെ കർത്താവിലേക്ക് ഹൃദയം പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ ഒരു 6 മാസമാണ് കർത്താവ് എന്നെ കാണിക്കുന്നു. 27 വയസ്സ് എന്നെ കാണിക്കുന്നു. ഈ പറയപ്പെട്ട രാജ്യവുമായി ബന്ധപ്പെട്ട് ഒരു നന്മയുടെ എന്റെ ലൈഫിനെ കർത്താവ് തിരിക്കും. നിനക്ക് വേണ്ടി കണ്ണുനീരോടെ ഒരു വ്യക്തിയാണ് സ്വർഗത്തിന്റെ തുരങ്കിയിലെത്തിയ കണ്ണുനീരിനൊക്കെ മറുപടി തരുവാൻ കഴിവുള്ളവരാണ് പരിശുദ്ധമനോട് പറയുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു കാര്യമുണ്ട്. അതിൽ ചിലതിനൊക്കെ ഉണ്ടയ്ക്കുന്ന അഭിഷേകത്തെ അങ്ങനെ പരിശുദ്ധമാവിനെ കാണിക്കുകയാണല്ലോ. ഹല്ലേലൂയ. ശബന റഗതമന ഉദരരേഖകാര ജലവിരദ ശംഭരിക അറാനമ ശംഭരികം ഉദരമനവ ശംഭര. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല കേട്ടോ. ഞാനല്ല കൈവെക്കുന്നത്. കൈവെക്കുന്നവർ വിടുതൽ കൈവൻ ഒരു വയസ്സിന് അകത്ത് വന്നിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ശബന റഗതമന ചുടരദ അടാരമാന ദൂരന ചരാതരാദശം അടകതകർ നിങ്ങളുടെ ഭവനമായി ബന്ധപ്പെടുത്തി ആരുടെ ഊതരമായ ചില ബന്ധനങ്ങളെ കർത്താവ് അഴിക്കുകയാണ്. തീർന്നു പോയി എന്ന് ശത്രു വിധി എഴുതിയോടുന്ന് കർത്താവ് പറയുന്നു, ഞാൻ ഉയർത്തുവാൻ ശക്തനായ ദൈവമാണെന്നേ. ചില ആയുസുകളെ ഞങ്ങൾ മടക്കി വിളിക്കുന്നു. പുസ്തകം അപകരിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നതിനെ ഇന്ന് പകരക്കാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം പറഞ്ഞ് ശത്രുവിനെ തലയെ തകർക്കുന്ന അഭിഷേകത്താൽ ചില ബന്ധനങ്ങളിലെ പകൽ ആത്മാവിൽ ഗ്രഹിക്കുകയാണ്. ദൈവത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടത് ഇതിന്റെ അകത്ത് വന്നത് വെറുതെ എന്നു പറയുവാൻ തക്കമാണ്. സ്വർഗക്കാലം മകൾക്ക് വേണ്ടി ഇറങ്ങുന്നതിനായി സ്വന്തം ഇന്ന് വന്നതിന് മറുപടി ഉണ്ട് കേട്ടോ. ഒരു അടയാളം എന്നതുപോലെ ഒരു 3 ആഴ്ച കൂടെ ഒരു
പിടിച്ചെടുത്ത് പ്രാപിച്ചോണം. അപ്പോഴേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും കണ്ണുനീരുകളും കർത്താവ് മാറ്റിക്കൊടുക്കണമേ. സമാധാനത്തെ കൽപ്പിച്ചാൽ എന്തിനൊക്കെ ചൊല്ലി മാറപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ കർത്താവ് ചിലർക്കൊന്നും ചെയ്യും കേട്ടോ. 2 വിഷയത്തിന് മറുപടി ഉണ്ട് കേട്ടോ. ഈ ദിവസങ്ങളിൽ 2